പ്രിയ സ്നേഹിതരെ, ഇന്ന് വേദനയോടെ നാം ഉൾക്കൊള്ളേണ്ട ഒരു സത്യം, ലോകത്തെ ക്രിയാത്മകമായി സ്വാധീനിക്കാനുള്ള ക്രിസ്ത്യാനിറ്റിയുടെ ശക്തി ക്ഷയിച്ചു കൊണ്ടിരിക്കുന്നു എന്നതാണ്. പഴയതുപോലെ നമ്മുടെ വചനപ്രഘോഷണങ്ങൾ അനേകരെ മാനസാന്തരപ്പെടുത്തുന്നില്ല. അത്ഭുതങ്ങൾ പോലും സംശയത്തിന് നിഴലില്ല. അനുഷ്ഠാനങ്ങൾക്ക് പുച്ഛ പ്രതികരണമാണ്. കാലഹരണപ്പെട്ട ജീവിതശൈലിയാണ് സഭയുടേതെന്ന ആക്ഷേപവുമുണ്ട്. ക്രൈസ്തവ കൂട്ടായ്മയിൽ തന്നെയുള്ളവർക്ക് പല കാര്യങ്ങളിലും വിയോജിപ്പുണ്ട്. സമൂഹത്തെ പ്രചോദിപ്പിക്കാൻ നമ്മുടെ കഴിവ് എവിടെ വെച്ചാൽ നമുക്ക് കൈമോശം വന്നത്? അപ്പോസ്തല പ്രവർത്തനം 4-ാം അധ്യായം ഒന്ന് വായിക്കണം. ബന്ധിതരായ പത്രോസിനെയും യോഹന്നാനെയും കുറിച്ചാണത്. അവർ വിദ്യാവിഹീനരും സാധാരണക്കാരായിരുന്നിട്ടും അവരുടെ ജീവിത ദൃശ്യമായ ധൈര്യം അവരെ വിധിക്കുവാൻ കാത്തിരുന്ന യഹൂദമത ശ്രേഷ്ഠരെ പോലും അത്ഭുതപ്പെടുത്തുന്നുണ്ട്. തുടർന്ന് നാം വായിക്കുന്നു, അവർ യേശുവിന് കൂടെ ആയിരുന്നുവെന്ന് ഗ്രഹിക്കുകയും ചെയ്തുവെന്ന്. They realized that they had been with Jesus. ആദിമ ക്രൈസ്തവർ ലോകത്തെ കീഴ്മേൽ മറിച്ചത് ക്രിസ്തു കൂടെയുണ്ടെന്ന ബോധ്യം നൽകിയ ധൈര്യത്തിലാണ്. സാധാരണക്കാരായ അവരുടെ വാക്കുകളേക്കാൾ, അറിവിനേക്കാൾ, പ്രവർത്തനങ്ങളേക്കാൾ, പ്രസംഗത്തേക്കാൾ, പഠനത്തേക്കാൾ ആശ്ചര്യപ്പെടുത്തിയത് ക്രിസ്തു കൂടെയുണ്ടെന്ന ആത്മവിശ്വാസമാണ്. യേശുവിനെ അടുത്തറിഞ്ഞതിൽ നിന്ന് രൂപപ്പെട്ട ആത്മാവിനാൽ പൂരിതമായ ധൈര്യം, സ്പിരിറ്റ് ഫിൽഡ് ബോൾഡ്നെസ്. ബന്ധിതരായി നിൽക്കുമ്പോഴും അവർ കാണിച്ച ഈ ധൈര്യം എതിർത്തവരെ പോലും അത്ഭുതപ്പെടുത്തുകയാണ്. ക്രിസ്തു അവരിലുണ്ടാക്കിയ മാറ്റമാണത്. നമ്മൾ സ്വയം കാണാത്തതൊക്കെ ലോകം നമ്മൾ നിരീക്ഷിക്കുന്നുണ്ടെന്നേ. വെറും സാധാരണ മനുഷ്യരെ ആത്മബലമുള്ള സുവിശേഷ സാക്ഷികളാക്കി മാറ്റിയ ഉൾപ്രേരണ ക്രിസ്തു കൂടെയുണ്ടെന്ന് ഉറപ്പാണെങ്കിൽ നമുക്ക് ഉറപ്പുണ്ടോ? യു ക്യാൻ ബി അറൗണ്ട് ജീസസ് ആൻഡ് യെറ്റ് നോട്ട് ബി വിത്ത് ഹിം. ക്രിസ്തുവിനെ ചുറ്റിപ്പറ്റി ജീവിച്ചിട്ടും ക്രിസ്തു കൂടെയില്ലാതെ പോകുന്നുവെങ്കിൽ ഒരു അപകടമുണ്ടെന്നേ. നമുക്ക് ലോകത്തെ അത്ഭുതപ്പെടുത്താനാവില്ല, പ്രചോദിപ്പിക്കാനാകില്ല, സ്വാധീനിക്കാനാകില്ല. ആകയാൽ മറ്റെന്തിനേക്കാളും ക്രിസ്തുവിനോട് കൂടിയായിരിക്കുവാൻ പ്രാർത്ഥിക്കണം. നമ്മൾ ഈ ലോകത്ത് സുവിശേഷാധിഷ്ഠിതമായ ഒരു ജീവിതം നയിക്കുന്നതിൽ ലജ്ജയോ ചാഞ്ചാട്ടമോ തോന്നാതിരിക്കുവാൻ ക്രിസ്തു കേന്ദ്രീകൃതമാകണം നമ്മുടെ ജീവിതവും. ആമേൻ.